ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ ഗ്യാപ്പിൽ എനിക്ക് മേജർ ആയിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വർക്ക് പെർമിറ്റിന്റെ കാര്യം, വിസയുടെ കാര്യമൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ലക്സംബർഗിലേക്ക് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വിസയാണ്, അതിന് എത്ര രൂപ ചെലവ് വരും, എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. സോ വിതൗട്ട് മച്ച് ഇൻട്രൊഡക്ഷൻ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാനിവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇന്ത്യൻ നാഷണൽ, അതായത് നമ്മളെ പോലെ ഇന്ത്യൻസിന് എന്തായിരിക്കും ആപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളും വിസ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടൊക്കെയാണ്. 2013 ലക്സംബർഗ് പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.15% മാത്രമായിരുന്നു ഇന്ത്യൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു 10 കൊല്ലത്തിന് ശേഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2023 ആയപ്പോഴേക്കും ഒരു 4000-5000 മേലെ പോയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ റെസിഡൻസിന്റെ ഒരു കണക്ക്. ഇവിടെ വിസിറ്റിന് വരുന്ന ആൾക്കാരുണ്ട്, ജോലി ആവശ്യങ്ങൾക്ക്, അതായത് ഷോർട്ട് ടേം ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്, പിന്നെ ലോങ് ടേം ആയിട്ട് ഇവിടെ സെറ്റിൽ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വരുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതൊക്കെ ടൈപ്പ് ഓഫ് വിസയാണ് അവൈലബിൾ എന്നുള്ളത്. മറ്റേതൊരു നോൺ യൂറോപ്യൻ ഫോറിനറെ പോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇന്ത്യൻസും ഫോളോ ചെയ്യേണ്ടത്. പ്രൈമറി ആയിട്ട് 2 ടൈപ്പ് ഓഫ് വിസയാണുള്ളത്. ഒന്ന് ഷോർട്ട് ടേം വിസ. ഷോർട്ട് ടേം വിസയ്ക്ക് നമ്മൾ ടൈപ്പ് സി വിസ എന്നും പറയും. അതേപോലെ തന്നെയാണ് ലോങ് ടേം വിസ, ടൈപ്പ് ഡി വിസ. ഇനി നമ്മൾക്ക് ഈ ഓരോ ടൈപ്പ് വിസയെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് സ്റ്റേ വിസ അല്ലെങ്കിൽ ടൈപ്പ് സി വിസയെ പറ്റിയിട്ടാണ്. ലക്സംബർഗിൽ നിങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്യൂറേഷൻ, ലക്സംബർഗിൽ മാത്രമല്ല പക്ഷെ ഈ ഷെങ്കൻ ഏരിയയിലെ ഏതെങ്കിലും കൺട്രിയിൽ ഒരു ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ വരുന്നത് 90 ഡേയ്സിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് സി വിസയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. മെയിൻലി ഈ ടൈപ്പ് സി വിസ ഓപ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ബിസിനസ് ആവശ്യങ്ങൾക്ക് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ജോലി ആവശ്യങ്ങൾക്ക് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇപ്പൊ ഫാമിലി വിസിറ്റ്സിന് വരുന്ന ആൾക്കാരോ ഒക്കെയാണ്. 90 ഡേയ്സിനെക്കാട്ടും കൂടുതൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിസ കാറ്റഗറി മാറി ടൈപ്പ് ഡി വിസ അല്ലെങ്കിൽ ലോങ് സ്റ്റേ വിസയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. മെയിൻലി ഇപ്പൊ ഒരു വർക്ക് പെർമിറ്റിലുള്ള ഒരാള് ജോലി ആവശ്യത്തിന് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് വിസ ആയിരിക്കും എടുക്കേണ്ടി വരിക. പിന്നെ ഈ ഒരു 90 ഡേയ്സ് കഴിഞ്ഞ് ടൈപ്പ് ഡി വിസയൊക്കെ എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിഡൻസ് പെർമിറ്റിനും അപ്ലൈ ചെയ്യണം. സോ റെസിഡൻസ് പെർമിറ്റ് ഹോൾഡർ അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് ഹോൾഡർ ഒക്കെ ആയിരിക്കും മിക്കവാറും ഈ ടൈപ്പ് ഡി വിസ ചൂസ് ചെയ്യാം. പിന്നെ ഇന്ത്യയിൽ നിന്നും ലക്സംബർഗിലേക്കുള്ള എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ വെറും ഒരു വിസ ഒബ്റ്റെയിൻ ചെയ്യല് മാത്രമല്ല, നമ്മൾക്ക് ഒരു റെസിഡൻസ് പെർമിറ്റിന്റെ ആവശ്യം കൂടെ ഉണ്ട്. ഈ റെസിഡൻസ് പെർമിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ രാജ്യത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാലം താമസിക്കാൻ പറ്റുക. ഇതിലും കുറച്ച് കാറ്റഗറീസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈലി സ്കിൽഡ് വർക്കർ അല്ലെങ്കിൽ എംപ്ലോയിഡ് വർക്കർ, പിന്നെ സീസണൽ വർക്കർ, സെൽഫ് എംപ്ലോയിഡ് വർക്കർ, സ്പോർട്സ് ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന athletes, coaches, പിന്നെ തേർഡ് കൺട്രി നാഷണൽസിന്റെ ഫാമിലി മെമ്പേഴ്സ്, സ്റ്റുഡൻസ്, റിസർച്ചേഴ്സ്, വോളണ്ടിയേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, അങ്ങനെ ഓരോ റെസിഡൻസ് പെർമിറ്റിനും അതിൻ്റെതായ സെറ്റ് ഓഫ് റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾക്ക് ഈ വീഡിയോയിൽ ബേസിക് റിക്വയർമെന്റ്സിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു പോവാം. ഇനി വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ആദ്യം നമ്മൾ എന്തിനാണ് ലക്സംബർഗിലേക്ക് വരുന്നത് എന്ന് നോക്കണം. ഞാൻ തമാശ പറയല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ ചെറിയ ഡ്യൂറേഷനിലേക്കാണോ അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ നിൽക്കാനാണോ, എന്താണ് ശരിക്കും എന്തിനാണ് ലക്സംബർഗിലേക്ക് വരേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വേണം. അതിനനുസരിച്ചിട്ട് വേണം ഏത് ടൈപ്പ് ഓഫ് വിസയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു ഫാമിലി വിസിറ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഷോർട്ട് ടേം വിസയുടെ ആവശ്യം പോരാ. പിന്നെ ഈ ഷോർട്ട് ടേം വിസ ആണെങ്കിൽ കൂടെ ലക്സംബർഗിൽ മാത്രമല്ല ഷെങ്കൻ ഏരിയയിൽ എല്ലാതും ഒരു സെയിം വിസ തന്നെയാണ്. അപ്പോൾ ലക്സംബർഗിൽ മാത്രമല്ല ഷെങ്കൻ ഏരിയയിലുള്ള എല്ലാ കൺട്രീസും നിങ്ങൾക്ക് ഈ വിസ വെച്ചിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. സോ ഈ ടൈപ്പ് സി വിസ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഫാമിലി വിസിറ്റിനാണ്, സൈറ്റ് സീയിങ്ങിനാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈപ്പ് സി വിസ തന്നെ മതി. പിന്നെ ഇപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഷോർട്ട് ടേം വിസയിൽ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ഇനിയിപ്പോൾ വർക്ക് ഗ്രൗണ്ട്സ്, അതായത് ലക്സംബർഗ് വർക്ക് വിസ, ജോലി ആവശ്യത്തിന് വേണ്ടി വരുന്ന ഇൻഡിവിജ്വൽസ് ചെറിയ ഡ്യൂറേഷനിലായിക്കോട്ടെ വലിയ ഡ്യൂറേഷനിലായിക്കോട്ടെ എന്തായാലും ടൈപ്പ് ഡി കാറ്റഗറിയിലാണ് ഉണ്ടാവുക. ഈ ടൈപ്പ് ഡി വിസയിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു പെർമിഷൻ കിട്ടാണ് ലീഗലി ലക്സംബർഗിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വർക്ക് പെർമിറ്റ് കാറ്റഗറീസ് ഒക്കെ ബൈ ഡിഫോൾട്ട് എന്തായാലും ടൈപ്പ് ഡി തന്നെ ആയിരിക്കും. ഡിഫറെന്റ് കാറ്റഗറി എംപ്ലോയീസ് ആയിക്കോട്ടെ, ഇപ്പൊ സാലറീഡ് വർക്കേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് വർക്കേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഹൈലി ക്വാളിഫൈഡ് വർക്കേഴ്സ് ആയിക്കോട്ടെ, പിന്നെ റിസർച്ചേഴ്സ്, അങ്ങനത്തെ എല്ലാ കാറ്റഗറി ആൾക്കാരും ഈ ഇങ്ങനത്തെ ജോലി ആവശ്യത്തിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ
ബൈ ഡിഫോൾട്ട് അത് ടൈപ്പ് ഡി തന്നെയായിരിക്കും. പിന്നെ ലക്സംബർഗിൽ പഠിക്കാൻ ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാരാണ് അതെങ്കിൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും ടൈപ്പ് ഡി വിസ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ഡോക്യുമെന്റ് വേണ്ടി വരും. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സഫിഷ്യൻസിയും കാണിക്കേണ്ടി വരും. സ്റ്റുഡൻറ്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ എന്തായാലും ഈ ഒരു ടൈപ്പ് വിസ ഒരു ലോങ്ങർ ഡ്യൂറേഷനിലേക്കുള്ള സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള വിസയാണെങ്കിൽ കൂടെ മിക്കവാറും എല്ലാ കോഴ്സസും ഒരു കൊല്ലത്തിന് മേലൊക്കെ ആണല്ലോ. എന്തായാലും ഒരു റെസിഡൻസ് പെർമിറ്റും എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ലക്സംബർഗിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേ എന്താണ് നമ്മൾ ശരിക്കും ഉള്ളൊരു പേർപ്പസ്, അല്ലെങ്കിൽ എന്തിന്റെ ഗ്രൗണ്ടിലാണ് നമ്മൾ വരുന്നത് എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിസ സ്പെസിഫിക് ആയിട്ടുള്ള വിസ കേസിനോ അല്ലെങ്കിൽ വിസ കാറ്റഗറിക്കൊക്കെ അഡീഷണൽ ഡോക്യുമെന്റ്സും അവർ ചോദിച്ചെന്ന് വരാം. സോ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 fully completed copies of Schengen visa application form, 2 recent and identical passport photos, passport valid for at least 3 months beyond your planned stay, proof of accommodation either at a friend's or relative's home or at a hotel, proof of legal residence in India, health insurance covering the travel period, പിന്നെ other supporting documents associated with purpose of journey. അതായത് ഇപ്പോൾ പ്രൂഫ് ഓഫ് ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രൂഫ് ഓഫ് എൻറോൾമെന്റ് ഇൻ റെക്കഗ്നൈസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ ഫോർ എ ബിസിനസ് വിസിറ്റ്, അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. വർക്ക് വിസ ജോലി ആവശ്യത്തിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. പിന്നെ ഷോർട്ട് ടേം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ എയർലൈൻ ടിക്കറ്റ്. പിന്നെ എങ്ങനെയാണ് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്? ടൈപ്പ് സി ആയിക്കോട്ടെ ടൈപ്പ് ഡി ആയിക്കോട്ടെ സെയിം പ്രോസസ് തന്നെയാണ്. നമ്മുടെ റെസിഡൻസ് കൺട്രിയിലുള്ള ലക്സംബർഗ് എംബസി വഴിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഈ 2 കാറ്റഗറി വിസയ്ക്കും അപ്ലൈ ചെയ്യേണ്ട രീതിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ടൈപ്പ് സി വിസയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ലക്സംബർഗ് എംബസിയിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. നമ്മൾ എന്നാണോ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 15 ഡേയ്സ് മുന്നേ ആയിരിക്കണം. പക്ഷെ 6 മാസത്തിൽ കൂടുതലാവാനും പാടില്ല. പിന്നെ അപ്പോയിന്റ്മെന്റിന്റെ സമയത്ത് നമ്മളുടെ എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊണ്ടുപോകണം. ഇനിയിപ്പോൾ ടൈപ്പ് ഡി വിസയ്ക്കാണെന്നുണ്ടെങ്കിൽ 2 മേജർ സ്റ്റെപ്സ് ആണുള്ളത്. ആദ്യം ഒരു ടെമ്പററി ഓത്തറൈസേഷൻ ടു സ്റ്റേന് അപ്ലൈ ചെയ്യണം. അതും ഈ പറഞ്ഞ പോലെ ലക്സംബർഗ് മിനിസ്ട്രി ഓഫ് യൂറോപ്യൻ ആൻഡ് ഫോറിൻ അഫയേഴ്സിലെ ഇമിഗ്രേഷൻ ഡയറക്ടറേറ്റിൽ കോൺടാക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ടെമ്പററി ഓത്തറൈസേഷൻ ടു സ്റ്റേന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലക്സംബർഗിൽ നമ്മളിപ്പോൾ എന്താവശ്യത്തിനാണ് വരുന്നത് ആയിരിക്കും ഇതിന്റെ ഒരു പ്രോസസ്സും ഡോക്യുമെന്റ്സും ഒക്കെ അവർ ചോദിക്കുക. പിന്നെ ലോങ് സ്റ്റേ ടൈപ്പ് ഡി വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പായ ടെമ്പററി ഓത്തറൈസേഷൻ ടു സ്റ്റേ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ടൈപ്പ് ഡി വിസയ്ക്ക് വേണ്ടിയിട്ട് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വിസ കിട്ടാനുള്ളതിന്റെ ഡ്യൂറേഷനെ പറ്റി. ടൈപ്പ് സി വിസ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഡേറ്റ് വെച്ചിട്ട് ഒരു 15 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടേണ്ടതാണ്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അപ് ടു ഒരു 30 to 45 ഡേയ്സ് വരെ ആവാം. പക്ഷേ സാധാരണഗതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് ഈ വിസ കിട്ടുന്നതായിരിക്കും. ഷോർട്ട് ടേം അല്ലെങ്കിൽ ടൈപ്പ് സി വിസയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ടൈപ്പ് ഡി വിസ അല്ലെങ്കിൽ ലോങ് ടേം വിസയെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് പോകുന്നത് അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു പ്രോസസ്സിംഗ് ടൈം ഉണ്ടാവുക. സോ അത് ഡിപ്പെൻഡ് ചെയ്യും. ലക്സംബർഗിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിസയുടെ ഒരു കോസ്റ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ശരിക്കും നമ്മൾ ഈ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു റേറ്റ് മാത്രമാണ് പറയുന്നത്. ഓവറോൾ ഈ ഇപ്പോൾ ഡോക്യുമെന്റ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കേണ്ടത്, പിന്നെ എന്തെങ്കിലും നോട്ടറൈസ് ചെയ്യേണ്ടത്, പിന്നെ ഈ വിസ അപ്പോയിന്റ്മെന്റ് ട്രാവൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വിസയ്ക്ക് കൃത്യമായിട്ട് എത്രയായിരിക്കും എമൗണ്ട് എന്നുള്ളത് ഞാൻ പറയാം. അതും ഓരോ കാറ്റഗറീസ് വെച്ചിട്ടാണ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഷോർട്ട് സ്റ്റേ വിസ ടൈപ്പ് സിക്ക് ആണെന്നുണ്ടെങ്കിൽ €90, ലോങ് സ്റ്റേ വിസ ടൈപ്പ് ഡി ആണെന്നുണ്ടെങ്കിൽ €50. ഇനിയിപ്പോൾ 6 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് €45. പിന്നെ എന്തെങ്കിലും സയൻറ്റിഫിക് റിസർച്ചിനൊക്കെ വരുന്ന റിസർച്ചേഴ്സിനൊക്കെ ഫ്രീ ആണ്. അതേപോലെ തന്നെ 25 വർഷമായിട്ടുള്ള നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ഇപ്പോൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിന് എന്തെങ്കിലും സെമിനാറോ കോൺഫറൻസോ അങ്ങനെ എന്തെങ്കിലും ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഫ്രീ ആണ്. പ്ലസ് EU നാഷണൽസിൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രീ ആണ്. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ തരാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്.
ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് വിസ, അതിന്റെ ഒരു ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വിസ അപ്പോയിൻമെന്റും കാര്യങ്ങളൊക്കെ VFS ഗ്ലോബൽ വഴിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ജോലി ആവശ്യത്തിന് വരുന്നതുകൊണ്ട് തന്നെ പകുതി കാര്യങ്ങൾ കമ്പനിയും പകുതി കാര്യങ്ങൾ ഞങ്ങളുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുക, പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സ് കൊണ്ട് വിസ അപ്പോയിൻമെന്റിന് പോവുക, അങ്ങനെയൊക്കെയായിരുന്നു. വിസ അപ്പോയിൻമെന്റ് കഴിഞ്ഞതിന് ശേഷം അധികം ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ വിസ അപ്പോയിൻമെന്റിന് പോകുമ്പോഴായിരുന്നു നമ്മൾ പാസ്പോർട്ടും അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വിസ സ്റ്റാമ്പ് ചെയ്തിട്ട് പാസ്പോർട്ട് ബൈ പോസ്റ്റ് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ്, ടൈപ്പ് ഡി വിസയായിരിക്കും നിങ്ങൾ ജോലി ആവശ്യത്തിന് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. പിന്നെ അതിപ്പോൾ ചെറിയ ഡ്യൂറേഷനിലേക്കാണെന്നുണ്ടെങ്കിലും വലിയ ഡ്യൂറേഷനിലേക്കാണെന്നുണ്ടെങ്കിലും ആ ടൈപ്പ് ഡി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെമ്പററി ഓത്തറൈസേഷൻ ടു സ്റ്റേന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യലാണ് എന്നും ഞാൻ ഇടയ്ക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടെമ്പററി ഓത്തറൈസേഷൻ ടു സ്റ്റേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ജോലി ആവശ്യങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾക്കൊരു വർക്ക് കോൺട്രാക്ട് കാണിക്കണം. സോ ഇത് പറയാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കി വെച്ചത് ഇങ്ങനെയാണ് കേട്ടോ, ഇതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. പക്ഷേ എനിക്ക് അറിയുന്ന വെച്ചിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു വർക്ക് കോൺട്രാക്ട് കിട്ടിയതിൻ്റെ ശേഷം മാത്രമേ ഒരു വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ടൂറിസ്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് വെച്ചിട്ട് എന്തായാലും ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. സോ ഇനി വർക്ക് വിസേനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും ഉണ്ട്. സോ അതെന്തായാലും ചെക്ക് ഔട്ട് ചെയ്യാം. ഇത് ഒരുപാട് ആൾക്കാരെ വർക്ക് കോൺട്രാക്റ്റിനെ പറ്റിയിട്ടും വർക്ക് വിസേനെ പറ്റിയിട്ടും ടൂറിസ്റ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിസിറ്റിന് വന്നു കഴിഞ്ഞാൽ ജോലി അന്വേഷിച്ചിട്ട് വർക്കിലേക്ക് മാറ്റാൻ പറ്റുമോ, വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരായി ചോദിക്കുന്നു. സോ അതിനുള്ള ഒരു ഉത്തരമായിട്ട് സ്പെസിഫിക്കലി വർക്ക് വിസ ഇൻ ലക്സംബർഗിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടും പിന്നെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും കുറച്ച് റിസർച്ച് വെച്ചിട്ടും ചെയ്തൊരു വീഡിയോ ആണ്. സോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ബൈ.